നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം വെച്ച് കഴിഞ്ഞാൽ നിത്യം വീട്ടിൽ നെയ്വിളക്ക് കത്തിച്ചാൽ എന്താണ് പ്രയോജനം? നെയ്യ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ അതിലേക്കൊന്ന് കടക്കണം. നെയ്യ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാംസ്യാംശം ഉള്ള അവസ്ഥയിൽ ചിലർ പറയപ്പെടാറുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ ജന്തുക്കളെയൊക്കെ കൊന്ന ശേഷം അതിൻ്റെയൊക്കെ അസ്ഥിയൊക്കെ വെച്ച് ഉരുക്കിയൊക്കെ നെയ്യ് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അല്ലാതെ നമ്മളിവിടെ പറയുന്ന നെയ്യ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ശുദ്ധമായ നെയ്യ്, ശുദ്ധമായ പാല് കൊണ്ടുവന്ന് നമുക്ക് അത് ഉറയൊഴിച്ച് അത് നമുക്ക് പഴയ കാലത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്ത് വെച്ച് അത് ഇടഞ്ഞ് എടുക്കുക ചെയ്യുന്നത്. അങ്ങനെ ശുദ്ധമായി എടുക്കുന്ന വെണ്ണ, ആ വെണ്ണ ചൂടാക്കി കഴിയുമ്പോൾ കിട്ടുന്നതാണ് ശുദ്ധമായ നെയ്യെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ നെയ്യ് നമ്മൾ സാധാരണ എന്ത് ദ്രവ്യങ്ങൾ വെച്ച് അല്ലെ എന്ത് എണ്ണകൾ വെച്ച് നമ്മൾ വിളക്ക് കത്തിച്ചാലും ദേവപ്രീതി അല്ലെ ദേവീപ്രീതികരമായിട്ട് ഇതിനകം നെയ്വിളക്ക് കത്തിക്കുന്നതിലപ്പുറം വേറെ ഐശ്വര്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്നാണ് പറയുന്നത്. അതായത് പാലാഴി മഥന സമയത്ത് പലവിധ ദ്രവ്യങ്ങൾ കിട്ടിയതായിട്ട് നമ്മുടെ ഭാഗവതത്തിലും മറ്റുമൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പം ആ പാലാഴി കടഞ്ഞു വന്ന കൂട്ടത്തിൽ നമുക്ക് അമൃത് ആയിട്ട് ധന്വന്തരിമൂർത്തി വന്നായിട്ട് പറയപ്പെടുന്നുണ്ട്. ആ ധന്വന്തരിമൂർത്തി വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ പറഞ്ഞ കുടം നിറച്ച് നെയ്യ് വന്നായിട്ട് പറയപ്പെടുന്നുണ്ട്. നിറച്ച് നെയ്യ് അല്ലെ നിറഞ്ഞ വെണ്ണ എന്ന് വെച്ചാൽ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് പറയപ്പെടുന്നത്. അതേ നെയ്യ് ഉപയോഗിച്ച് നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഗന്ധം തന്നെ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ചില ഗന്ധങ്ങൾ, അതായത് ആധുനിക ശാസ്ത്രം പോലും ശരിവെച്ചിട്ടുണ്ട്, ചില ഗന്ധങ്ങൾ നമ്മൾ മനസ്സിനെ പിടിച്ചു വിലയ്ക്കാറുണ്ട്. രൂക്ഷഗന്ധമുള്ള അല്ലെങ്കിൽ ക്ഷാരഗന്ധമുള്ള നമുക്ക് ഈ പറഞ്ഞ എന്തെങ്കിലും മണങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സങ്ങ് മടിച്ചു പോകുന്ന അവസ്ഥ വരും. ആ സമയം ഒരു റോസാപ്പൂ അല്ലെങ്കിൽ മുല്ലപ്പൂവിൻ്റെ ഒക്കെ മണം അടിക്കുക പെട്ടെന്ന് നമുക്ക് ഒരു ഉന്മേഷം അവിടെ ഉണ്ടാകുന്നു അല്ലേ. അപ്പം എന്ന് പറഞ്ഞ പോലെ നെയ്യ് വിളക്ക് കത്തിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക ഒരു എനർജി, പോസിറ്റീവ് എനർജിയുടെ പ്രഭാവലയം നമ്മുടെ ഗ്രഹത്തിൽ നമ്മുടെ ചുറ്റുപാടും ഒക്കെ ഉണ്ടാകും. നമുക്കതിൽ നിന്നുണ്ടാകുന്ന ഗന്ധം തന്നെ നമുക്ക് ബുദ്ധിയെ നമുക്ക് നേർവഴിക്ക് നയിക്കാൻ സഹായിക്കും. പഴയ കാലത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറക്കണക്കിന് നെയ്യാണ് ഓരോ യാഗങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അത്രയും സംഖ്യ നമ്മൾ നെയ്യ് ഹോമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുകൃത ഹോമം, അതിനകത്തൊക്കെ പ്രധാനമായിട്ട് നെയ്യ് ഹോമിക്കാറുണ്ട്. എല്ലാ ഹോമങ്ങളും നെയ്യ് ഉപയോഗിക്കാറുണ്ട്. സുഹൃതക്ഷയങ്ങളുണ്ടായി മാറുന്നതിന്, ആരോഗ്യ സൗഖ്യം ഉണ്ടാകുന്നതിന്, സർവാഭിഷ്ട സിദ്ധിക്കായിട്ട്, അങ്ങനെ പല പല കാര്യങ്ങളും ഉദ്ദേശിച്ച് നമ്മൾ നെയ്യ് ഹോമിക്കാറുണ്ട്. ആ നെയ്യ് ഹോമിക്കുന്നത് തുല്യം തന്നെയാണ്. ഹോമിക്കുമ്പോഴെന്താണ്? നെയ്യ് കത്തിരിക ചെയ്യുന്നത്. നെയ്യ് വിളക്ക് കത്തിക്കുമ്പോഴെന്താ പറ്റുക? നെയ്യ് കത്തിരിക ചെയ്യുന്നത്. ആ നെയ്യ് നമ്മുടെ ആ അന്തരീക്ഷത്തിനെ, നമ്മളിരിക്കുന്ന സ്ഥലത്തിനും എല്ലാം നമുക്ക് പ്രകാശപൂരിതമാക്കുന്നതോടൊപ്പം തന്നെ എനർജിയാൽ സമ്പുഷ്ടമാക്കും. നമുക്ക് ഈശ്വര കടാക്ഷം അല്ലെ ഈശ്വര ചൈതന്യത്തിന് ആകർഷിക്കുന്നൊരവസ്ഥയും നെയ്വിളക്കിന് പഴയ കാലത്ത് പറയാറുണ്ട്. എല്ലാ പൂജയിലും നമുക്ക് നെയ്യ് വിളക്ക് അല്ലെ കൊടിവിളക്ക് എന്ന് പറയും. ആ കൊടിവിളക്കിനകത്ത് നെയ്യ് ഒഴിച്ച് കാണിക്കുന്നത് എന്തിനാണ്? ഭഗവതി പ്രീതിക്കായിട്ട്. ആ നെയ്വിളക്കിൻ്റെ ആ എനർജി നമ്മൾ ആവാഹിച്ചിരുത്തിയേക്കുന്ന ദേവനും കൂടെ നമ്മൾ സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരു പൂജയിൽ ധൂപമായാലും ദീപമായാലും ഒക്കെ സമർപ്പിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊടിവിളക്കുകൾ നമ്മൾ പറഞ്ഞ വെളിച്ചെണ്ണയോ മറ്റുള്ള ഒരു ഓയിലുകൾ ഉപയോഗിക്കാറില്ല. തീർത്തും ശുദ്ധമായ നെയ്യ് മാത്രമേ നമ്മൾ കൊടിവിളക്കിൽ ഉപയോഗിക്കാറുള്ളൂ. ഈ നെയ്യ് തന്നെ നമ്മൾ രാവിലെ വൈകിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം ശുദ്ധമായിരിക്കണം. നല്ല നെയ്യൊക്കെ നോക്കി വേണം വാങ്ങിക്കാനായിട്ട്. മൃഗപ്പൊഴുപ്പൊക്കെയുള്ള പലവിധ നെയ്യുകളൊക്കെ വരുന്നുണ്ട്. നമ്മൾ 1 മണിക്കൂർ കത്തിച്ച് കഴിഞ്ഞാലും ആ നെയ്യ് ഉരുകത്തില്ല. നമ്മളോട് വില നോക്കരുത്, നല്ല നെയ്യ് നോക്കി വാങ്ങിക്കുക. വാങ്ങിച്ചിട്ട് നമുക്കത് രാവിലെയും വൈകിട്ടും പറ്റുമെങ്കിൽ കൊടിവിളക്ക് വാങ്ങിച്ച് അതിനകത്ത് കത്തിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ അഷ്ടമംഗല്യം വിളക്കെന്ന് പറഞ്ഞ വിളക്കുണ്ട്, അത് വാങ്ങിച്ചിട്ട് അതിനകത്ത് നെയ്യ് ഒഴിച്ച് കത്തിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ലക്ഷ്മി വിളക്കോ എന്തും ആയിക്കോട്ടെ, നമുക്കതിൽ ഈ പറഞ്ഞ പോലെ ശുദ്ധമായ നെയ്യ് ഒഴിച്ചിട്ട് കിഴക്കോട്ടും പടിഞ്ഞാട്ട് തിരിയിട്ട്, കിഴക്ക് ആദത്തിനെയും പടിഞ്ഞാറ് ചന്ദ്രഭഗവാനെ സങ്കല്പിച്ച് വേണം നമുക്ക് തിരിയിട്ട് കത്തിക്കാൻ. തിരിയിട്ട് കത്തിച്ച് നമ്മുടെ കുടുംബപരദേവതയും ഗ്രാമദേവതയും ഇഷ്ടദേവതയും നമുക്ക് വിശ്വാസമുള്ള, നമുക്ക് ജാതകവശാൽ നമ്മൾ 5-ാം ഭാവം 9-ാം ഭാവം കൊണ്ടൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഉപാസനാ സ്ഥാനം, 5-ാം ഭാവം കൊണ്ട് മന്ത്രസ്ഥാനമൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ജാതകവശാൽ ഏത് ഉപാസനാമൂർത്തി ഉപാസിച്ച് കഴിഞ്ഞാൽ പ്രയോജനം ഉണ്ടാകുന്ന കണക്കാക്കിയിട്ട് ആ ഉപാസനാ ദേവതയെ നമ്മൾ ഈ പറഞ്ഞ നെയ്വിളക്ക് കത്തിച്ച് ഉപാസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഉപാസനാ ദേവതയ്ക്ക് വേണ്ട വ്രതാനുഷ്ഠാനങ്ങൾ ഈ നെയ്വിളക്ക് കത്തിച്ച് വെച്ച് നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒഴിയാത്ത സമ്പത്ത്, ഒഴിയാത്ത ഐശ്വര്യങ്ങൾ, അടിക്കടി ദിനം ദിനം നന്മ മാത്രം സംഭവിക്കുന്ന
നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മൾ അകാരണമായിട്ടുള്ള ഭീതി, ഭയങ്ങൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ എല്ലാം വിട്ടൊഴിഞ്ഞു പോകുന്നതും നാൾക്ക് നാൾ ഉന്നതി ഈശ്വരകടാക്ഷത്താൽ ഉണ്ടാകുന്നതും ആയിരിക്കും. അപ്പം നെയ്വിളക്കിൻ്റെ ഒരു അവസ്ഥ എല്ലാവരും, അതിൻ്റെ ഗുണഗണങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.